പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ മുമ്പിൽ ഞങ്ങളിതാ ഭയഭക്തിയോടെ ആയിരിക്കുന്നു. നാഥ, നാളിതുവരെയും അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുകളും തെറ്റുകളും പുറത്ത് ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. നാളിതുവരെയും അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. വഴിയറിയാത്ത ഞങ്ങൾക്ക് വഴിവാതിലുകൾ തുറന്നു തരണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായ അങ്ങയിലേക്ക് ഞങ്ങൾ ഇതാ ഫലമേൽപ്പിക്കുന്നു. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിശുദ്ധയമ്മേ, അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും തല മുതൽ ഉള്ളം കാലുവരെയും ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും ഇപ്പോൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം ഒന്ന് തൊടയണമേ. ആ മക്കൾക്കൊരു വിടുതൽ കൊടുക്കണമേ. ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളെ കാണണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതത്തിൻ്റെ കരം അവർക്ക് നേരെ ഒന്ന് നീട്ടണമേ. ആ മക്കൾക്ക് വിടുതൽ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ശരീരത്തിൽ നീരുണ്ടാകുന്ന അസുഖം മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊട്ട് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. അത്ഭുതമായ അടയാളമായി ഞങ്ങളുടെ ഇടയിൽ അമ്മ വസിക്കണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോ ബുദ്ധിമുട്ടുകളും അങ്ങ് കാണുന്നുണ്ടല്ലോ, അവരുടെ പ്രയാസങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ, അവരുടെ വേദനകൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. ആ മക്കളെ ഒന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് അമ്മ തൊടയണമേ. കടങ്ങൾ തീർക്കുവാനുള്ള വഴികളൊന്ന് പറഞ്ഞു തരണമേ. അമ്മേ മാതാവേ, എല്ലാവിധ കടക്കെണികളിൽ നിന്നും ഓരോ മക്കളെയും രക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു ദൈവ പൈതലിനെ അവർക്കായി അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ. ശക്തമായ അമ്മ ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, തകർച്ചകളുടെ വക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെ ജീവിതത്തെയും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. തകർച്ചകളിൽ നിന്ന് കൈപിടിച്ചുയർത്തണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതാവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അങ്ങ് ചേർത്തണയ്ക്കുകയും എല്ലാ മക്കളുടെ ആവലാതികളും പ്രയാസങ്ങളും മനസ്സിലാക്കി ആ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, അവരുടെ അരകിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ഞാനിതാ പൂർണ്ണമായ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ മക്കളുടെ ആവലാതികളെ സമർപ്പിക്കുന്നു, ദുഃഖങ്ങളെ സമർപ്പിക്കുന്നു, വേദനകളെ സമർപ്പിക്കുന്നു, അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ പാപികളും ഏഴകളുമാണ്, കുറ്റങ്ങളും കുറവുകളുമുള്ളവരാണ്. എങ്കിലും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.